ഈ കാണുന്നത് ഒരു ഡൈനിങ് ടേബിളിൻ്റെ മിനിയേച്ചർ അല്ല. നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു DBO അല്ല. ഇവിടെ കാണുന്നത് ആക്രിയിലേക്ക് പുറക്കിയിട്ട് മെറ്റലോ അല്ലെങ്കിൽ സ്റ്റീൽ ബോർഡുകളോ അല്ല. ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു വയറിങ് ചെയ്ത വീട്ടിലുള്ള അവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റെയർ കേസ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടി വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വന്നതാണ്. അപ്പോൾ ഇത് ആരും കരിവാരി തേക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കാനോ വേണ്ടി ചെയ്യുന്നില്ല. ഇത് അറിയാത്ത ആൾക്കാരുണ്ടാവും, അറിയാതെ പെട്ടുപോകുന്ന ആൾക്കാരും ഉണ്ടാവും, അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോകുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് തരം ആൾക്കാർക്കും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഞാൻ ഈ മേഖലയിൽ ഒരു കുറച്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് എൻ്റെ അറിവിൽ വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനേ ഉള്ളൂ. ഇതിന് പലതരത്തിലേക്കുള്ള കമൻറ്റുകൾക്ക് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് മുൻകൂറായിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് വെച്ചേക്കും. അപ്പോൾ താഴെ കാണുന്ന ബെൽ ബട്ടൺ ഓൾ എന്നുള്ളതിനാണ് വിളിച്ചത്. നമുക്ക് നേരെ വീട്ടിൽ പോകാം. ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരു സ്റ്റെയർ കേസിൻ്റെ വർക്ക് ചെയ്യാനെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു വീട്ടിൽ കണ്ടപ്പോൾ ഉള്ള ഒരു അനുഭവം ഞാൻ പങ്കുവെക്കുന്നത്. സ്വിച്ച് ബോർഡിൻ്റെ ഇത്രയും ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നല്ല SS-ൻ്റെ സ്വിച്ച് ബോർഡ് വെച്ചതിന് ശേഷം ഇത്രയും ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതൊരു ഹോൾഡർ കൊടുക്കാനുള്ള ജംഗ്ഷൻ ബോക്സാണ്. ഇത്രയും ഏരിയ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പൈപ്പിൻ്റെ പൊസിഷനിലേക്ക് കയറുന്ന രീതിയിൽ ഇങ്ങനെ കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്കുള്ള ലൈറ്റിൻ്റെ സെറ്റപ്പിലേക്ക് ചെയ്ത് വെച്ചതാണ്. മിക്കവാറും ആൾക്കാർ ഞാൻ പറയാൻ പോകുന്നത് തമ്മിൽ കണ്ടിട്ട് ഇലക്ട്രീഷ്യൻ്റെ കംപ്ലയിൻ്റ് ആണ്, അവരെ പറ്റി കുറ്റം പറയാനാണ് വന്നതെന്ന് വിചാരിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ക്ലയൻറ്റിൻ്റെ ഇതുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഞാൻ ഇലക്ട്രീഷ്യനോട് നേരിട്ട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രീതിയിലല്ല ശരിക്കും ചെയ്തു വരുന്നത്. സാധാരണ സ്വിച്ച് ബോക്സുകൾ IS റൂൾ പ്രകാരം പറയുന്നത് നമുക്ക് സ്വിച്ചിൻ്റെ ബോർഡ് കണ്ടക്ടർ അല്ലാത്ത നോൺ കണ്ടക്ടറായ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കാരണം ഇൻഡക്ഷൻ ഒഴിവാക്കാനും ഇതിലേക്കൂടി എങ്ങാനും കംപ്ലൈൻറ്റ് വയറൊക്കെ ലീക്കേജ് വന്നിട്ടുണ്ടെങ്കിൽ വാളിലേക്ക് ഇറങ്ങിപ്പോയിട്ട് കറണ്ട് ബില്ല് കൂടുന്നതും ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ളതാണല്ലോ നമുക്ക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ശ്രദ്ധിച്ച് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടാവുന്നതായതുകൊണ്ട് തന്നെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിക്കണം എന്നാണ് ശരിക്കും പറയുന്നത്. പക്ഷേ നമുക്ക് സാഹചര്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കിട്ടാത്തത് കൊണ്ട് നമ്മളിന്ന് മെറ്റൽ ബോക്സിലേക്കൊക്കെ പോയി. PVC-യിലേക്ക് വരുന്ന സമയത്തേക്ക് PVC ക്വാളിറ്റി ഇല്ലാത്തതും റീസൈക്കിൾഡൊക്കെ വന്നു. ഇതിൻ്റെ പൊടിഞ്ഞു പോകുന്ന പ്രശ്നങ്ങൾ, ഒരു പ്രാവശ്യം സ്ക്രൂ ചെയ്താൽ പിന്നീട് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ മുന്നേ ഉള്ളത് കൊണ്ടാണ് SS-ലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വുഡിലേക്ക് വരുന്ന സമയത്തേക്ക് ഏറ്റവും നല്ല നോൺ കണ്ടക്ടറാണ് വുഡ് എന്നറിയാം. അതും കാലാവധി ഒരു ലിമിറ്റ് കഴിയുന്ന സമയത്തേക്ക് ഭയങ്കരമായിട്ട് പോയി സ്ക്രൂ ചെയ്യുന്ന പ്രശ്നം, സ്ക്രൂ നിൽക്കാത്ത പ്രശ്നങ്ങൾ, ചെതലിൻ്റെ ശല്യം, ഉറുമ്പ്, പിന്നെ നോർമലി മരത്തിന് വരാവുന്ന എല്ലാ പ്രശ്നങ്ങളും അതിനൊക്കെ വന്ന് തുടങ്ങിയ ശേഷമാണ് SS-ലേക്കൊക്കെ പോയത്. ശരിക്കും പറഞ്ഞാൽ അത് എനിക്കിപ്പോഴും നല്ലതാണെന്ന് തോന്നുന്നില്ല. അതിൻ്റെ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൾക്കാർക്ക് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഉപകരിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും വേണ്ടത്. നോൺ കണ്ടക്ടറായിട്ടുള്ള സംഭവങ്ങളാണ് നമുക്ക് വെക്കേണ്ടത്. ഡയറക്റ്റ് വാളുമായിട്ട് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും നമുക്ക് ഈ വയറുകളൊന്നും തന്നെ വരാൻ പാടില്ലെന്നോ. ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ വയറ് എന്തായാലും അതും ഈ PVC ആണല്ലോ അതിൻ്റെ കണ്ടന്റ് വരുന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷം ഇതിൻ്റെ ആ നോർമലി അതിൻ്റെ ബോണ്ടിങ് നഷ്ടപ്പെട്ടിട്ട് കുറേ കാലം കഴിയുമ്പോഴേക്ക് ഡാമേജായി പിന്നീട് ലീക്ക് വരാനും LCB ട്രിപ്പിംഗ് പോലത്തെ ഇഷ്യൂ വരാനും സാധ്യത കൂടുതലാണ് ഡയറക്റ്റ് വാളിലേക്ക് വെക്കുന്നതാണെങ്കിൽ. അല്ല പിന്നെ ഈ ബോക്സിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. നമുക്കിവിടെ തുറന്ന് ഒരു സിമെൻറ്റ് കൊണ്ട് തന്നെ ഒരു ഇതുണ്ടാക്കിയിട്ട് ഒരു വാൾ പ്ലഗ് വെക്കുകയോ അല്ലെങ്കിൽ വലിയൊരു ഹോൾ കോർ കട്ടിങ് എടുത്തിട്ട് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഈ ഹോൾഡർ വെക്കുന്ന സ്ഥലത്തേക്ക് വെക്കുകയാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് പൈപ്പ് ഇട്ട് പോയാൽ മതിയല്ലോ. അപ്പോൾ ഇവിടെ ഇലക്ട്രീഷ്യൻ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. വളരെ ഷോർട്ട് കട്ടാക്കിയിട്ട് ഈ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വയറിൻ്റെ ഡിസ്റ്റൻസ് കുറയുന്ന രീതിയിൽ നല്ല പൈപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് DB എന്നൊക്കെ ചെയ്തു പോയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവും. 1 ഇഞ്ച് നമ്മുടെ പ്ലംബിങ്ങിൻ്റെ പൈപ്പാണ് പുള്ളി ഇവിടെ ഇട്ട് കൊടുത്തുള്ളത്. ഫ്ലോറിൽ കൂടി ഇടുന്നത് കൊണ്ട് പിന്നീട് ഡാമേജ് വരേണ്ട, ഇവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുത് എന്നുള്ളതുകൊണ്ട് പൈപ്പിംഗ് ഒക്കെ പ്രോപ്പറാണ്, വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുള്ളത്. ഓരോ ജംഗ്ഷനിൽ പോയി നോക്കുന്ന സമയത്തേക്കും നല്ല ക്വാണ്ടിറ്റി പൈപ്പിംഗ് ഒക്കെ കാണാനുണ്ട്. അപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നിയിട്ട് ഞാൻ ഇലക്ട്രീഷ്യനോട് ചോദിക്കാൻ കാരണം ഇലക്ട്രീഷ്യനോട് ചോദിച്ചപ്പോഴാണ് ഇലക്ട്രീഷ്യൻ പറഞ്ഞത് വീട്ടുടമ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഏത് സ്റ്റേജിലെ വീട്ടുടമ ഇങ്ങനെ ആവശ്യപ്പെട്ടതെന്നുള്ളതും കൂടി നിങ്ങൾ സംശയം ഉണ്ടാവും. മെയിനായിട്ട് പുള്ളിക്ക് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ആദ്യമേ തീരുമാനം എടുത്തിട്ടില്ല. ഒരേ ഇലക്ട്രിക്കൽ കൺസൾട്ടൻറ്റിനെയോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കോൺട്രാക്ടറെയോ അതല്ലെങ്കിൽ എഞ്ചിനീയറുമായി ബന്ധപ്പെട്ട ആൾക്കാരെയോ കണ്ടിട്ടുണ്ടായില്ല. നാട്ടിലുള്ള എല്ലാവരോടും ചോദിച്ച് കുറച്ച് നല്ല ഇലക്ട്രീഷ്യൻ ആരാണ് ഇപ്പോഴത്തെ ടെക്നോളജി അല്ലെങ്കിൽ ഒരു 5 വർഷം ഒരു 10 വർഷം കടന്ന് ചിന്തിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ആളെ മനസ്സിലാക്കി പുള്ളിയുടെ ഇലക്ട്രിക്കൽ ഭാഗങ്ങളിലേക്ക് ഏൽപ്പിച്ചു. അപ്പോൾ പുള്ളി അതിന് വില്ലിങ് ആണ്, അതിനുള്ള പറ്റിയ ക്വാളിറ്റിയുള്ള മനുഷ്യൻ തന്നെയായിരുന്നു. പക്ഷേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്ക് ഒരു ഐഡിയ തോന്നുന്നത് ഇത് ഓട്ടോമേഷൻ ചെയ്യണമെന്ന്. അപ്പോൾ ഓട്ടോമേഷൻ്റെ ടീമിനുമായിട്ട് കൺസൾട്ട് ചെയ്യുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായി ബോക്സുകളൊക്കെ നമുക്ക് കുറച്ച് ഡീപ്പുള്ള സംഭവങ്ങൾ വേണം, ഇത് വേണം അത് വേണം എന്നൊക്കെ. അപ്പോൾ ഇവർക്ക് പ്ലാസ്റ്റിങ്ങിൻ്റെ കോൺട്രാക്റ്റ് അതിന് ശേഷമുള്ള വർക്കുകളൊക്കെ ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് മാറിയിട്ട് ഇതിലേക്ക് പോകേണ്ടി വന്നു. പൈപ്പിംഗ് അവിടെ വരെ ചെയ്തു വെച്ചു, പിന്നീട് ബോക്സ് വെക്കുന്ന രീതിയിലേക്ക് പോയി. അങ്ങനെയാണ് പുള്ളി പറഞ്ഞത്. ഇനിയിപ്പോൾ ഈ രീതി തന്നെയാണോ മൊത്തത്തിൽ ഈ ഏരിയയിൽ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ.
ചില ഏരിയയിലൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ട ഐ ബട്ടണിൽ ഞാൻ കൊടുക്കുക അതിൻ്റെ ലിങ്കുകൾ. വയറിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ചില വീടുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നല്ല പ്ലാസ്റ്റിംഗ് ഒക്കെ നല്ല ലുക്ക് ഉണ്ടാവും. നല്ല പ്ലാസ്റ്റിങ്ങിൻ്റെ ടീം ചെയ്തതിനെക്കാട്ടി ലുക്കിൽ പ്ലാസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ജംഗ്ഷൻ ബോക്സ് ഒക്കെ വെച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ ശൈലി ഇങ്ങനെയാണോ എന്ന് എനിക്ക് യഥാർത്ഥത്തിൽ അറിയില്ല കേട്ടോ. ഞാൻ ഈ വീടിൻ്റെ പരിസരങ്ങളോ പൂർണ്ണമായിട്ട് കാണിക്കാണ്ട് ഈ ക്ലോസപ്പിൽ നിന്നിട്ട് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ വീട്ടുകാരന് പോലും അറിയാൻ പാടില്ല എന്നുള്ള നിലക്കാണ് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്നുള്ള. നീ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത് ചോദിക്കുന്നവരുണ്ടാവും. അതെൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റോ നിങ്ങളോടുള്ള ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റെന്നോ അല്ലെങ്കിൽ എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തതെന്നോ എന്തെങ്കിലും നിങ്ങൾ കമൻറ്റ് ഇട്ടോ, അതൊക്കെ നിങ്ങളതായ ഒരു ലെവലിലേക്ക് വിട്ടു തന്നു. ആ കമൻറ്റോ ഈ റീപോസ്റ്റിങ്ങോ ഒക്കെ നിങ്ങളതായ ലെവലിലേക്ക് പോകും. അപ്പോൾ ഇലക്ട്രീഷ്യൻ അവിടെ നമുക്ക് ഈ ഓട്ടോമേഷനായിട്ട് കൺസൾട്ട് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വന്നുള്ളത്. നമ്മളിപ്പോൾ ചെയ്യുന്ന ഓട്ടോമേഷൻ്റെയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ സെപ്പറേറ്റ് ഓട്ടോമേഷൻ്റെ സെപ്പറേറ്റ് ബോക്സുകൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിൽ കുറച്ചുകൂടി കൺട്രോളിങ് ഈസി ആയിരിക്കും. പിന്നെ കുറച്ച് ഡെപ്ത് കൂടിയേ, സാധാരണ ഇതിനിപ്പം ഡെപ്ത് വരുന്നതിനേക്കാൾ കുറച്ച് ഡെപ്ത് കൂടിയത് വേണമെന്നറിയാലോ ഓട്ടോമേഷൻ വരുന്ന സമയത്തേക്ക്. അതിൻ്റെ മറ്റുള്ള നമുക്കിപ്പം ഓൺലൈനിൽ വാങ്ങാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഓട്ടോമേഷനൊക്കെ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഈ സ്വിച്ചിൻ്റെ സ്പേസ് കഴിഞ്ഞിട്ട് കുറച്ച് ഉള്ളോട്ടുള്ളത്. പിന്നെ ഇപ്പോൾ വരുന്നതിന് നല്ല നല്ല സ്വിച്ചുകളൊക്കെ അധിക സ്വിച്ചിൻ്റെയും ഡെപ്ത് കുറവാണ്. എന്നാലും കുറച്ചുകൂടെ അതിൻ്റെ ബാക്കിലൊക്കെ വയറ് ഒന്ന് നമുക്ക് ഡ്രസ്സ് ചെയ്ത് വെക്കാനുള്ള ഒരു സ്പേസ് കണ്ടെത്തുന്ന ഒരു ടൈപ്പിലുള്ള ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇലക്ട്രീഷ്യൻ അവിടെ ഫാൾട്ട് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ജംഗ്ഷൻ ബോക്സ് വരുന്ന ഏരിയയിൽ എങ്കിലും മിനിമം മൂപ്പര് മുകളിൽ ചെയ്ത് പോകാമായിരുന്നു. സ്വിച്ച് ബോർഡ് വരുന്ന ഏരിയയിൽ മാത്രമായിരുന്നു ഈ ഓട്ടോമേഷൻ്റെ ടീം ഡെപ്ത് കൂട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോമേഷൻ്റെ ടീം ആവശ്യപ്പെടുന്നത് ഇലക്ട്രീഷ്യൻ ഇപ്പം ഇവിടെ വർക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സ്റ്റോപ്പ് ചെയ്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി ഡെപ്ത് ഉള്ളത് കിട്ടണം. പക്ഷേ ആ ഒരു സംഭവം ഇനിയിപ്പോൾ ഓൾറെഡി ഇത് വാങ്ങി ഇതൊക്കെ കട്ട് ചെയ്ത് ഇവർ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഓട്ടോമേഷൻ്റെ ടീം ഇവരോട് ഡെപ്ത് കൂടിയത് ആവശ്യപ്പെട്ടത്. അതിന് മുമ്പേ ഇവരോട് ഓട്ടോമേഷൻ ചെയ്യുന്ന പറഞ്ഞിട്ട് വർക്ക് നിർത്തി വെച്ചു. ഇപ്പോൾ ഓട്ടോമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കൂടി ഈ ഒരു ബേക്കിലെ പ്ലേറ്റ് കൂടി കട്ട് ചെയ്യണം എന്നാണ് ഇവരോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇതും കൂടി കട്ട് ചെയ്തിട്ട് കുറച്ചുകൂടി ഡെപ്തിൽ ഇറക്കി വെക്കണം ഇവർക്ക് ഓട്ടോമേഷൻ്റെ സംഭവങ്ങളൊക്കെ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് ഒരു വീട്ടുടമ എന്നുള്ള നിലക്ക് നമുക്ക് എന്തൊക്കെ വേണം, എൻ്റെ ബഡ്ജറ്റ് എന്തൊക്കെയാണ്, ഞാൻ എന്തൊക്കെ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. ഒരു വർക്കേഴ്സിനെ പഴിചാരുന്ന രീതിയിലല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ പറയാനുള്ള കാരണം ഇലക്ട്രീഷ്യൻ ഒരു കാര്യം പറഞ്ഞു കൊടുക്കായിരുന്നു. നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട്. ഭാവിയിൽ ELCB ട്രിപ്പിംഗ് പോലത്തെ വരികയാണെങ്കിൽ ഈ വാളുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് വരുന്നതല്ലേ. നമ്മൾ സ്വിച്ച് വരെ ഉള്ളത് DBന്ന് ഒരു ലെവലിൽ വരെ വന്നു. സ്വിച്ചിൽ നിന്നാണല്ലോ പിന്നെ എല്ലാ ലൈനുകളും ശരിക്കും ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. അപ്പോൾ ആ സ്വിച്ചിൽ നിന്ന് ഔട്ട് ലൈനിലേക്ക് പോകുന്ന ലൈനുകളിലാണ് ഈ ജംഗ്ഷൻ ബോക്സ് കൂടുതൽ വരാൻ സാധ്യത. പിന്നെ അതുപോലെ തന്നെ DBയിലേക്ക് വരുന്ന മെയിൻ ലൈനുകളും ഉണ്ടാവും. അപ്പോൾ സ്വിച്ചിൽ നിന്ന് മാത്രമുള്ളതാണെങ്കിൽ നമ്മൾ സ്വിച്ച് ഇടുന്ന സമയത്ത് മാത്രമേ ELCB ട്രിപ്പ് ആകാൻ സാധ്യതയുള്ളൂ. മറ്റേതാകുന്ന സമയത്തേക്ക് ഇതിലെ കൂടി കുറേ വയറുകൾ പോകുന്ന മ്യൂച്വൽ ഇൻഡക്ഷൻ ഒക്കെ ഈ വാളിലേക്ക് തന്നെയാണ് സംഭവിക്കാണ്ട് പോകുന്നത്. ഈ വാളിലേക്ക് വന്നിട്ട് വാളിലേക്ക് ഇത് സ്വീകരിക്കുകയും പിന്നെ ELCBൻ്റെ ട്രിപ്പിംഗ് ആയ 30 മില്ലി ആംപിയർ എന്ന് പറയുന്ന അതിലേക്കെങ്കിലും കൂടുതൽ ആംപിയർ ഒഴുകുന്ന സമയത്തേക്ക് ELCB ട്രിപ്പ് ആവുകയും ചെയ്യും. പിന്നീട് 100 mA വെച്ചിട്ട് നമുക്ക് ഒരു പ്രാവശ്യം സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ ശരിക്കും ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് അത് ചെയ്യാൻ പാടുള്ളൂന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. മെയിനായിട്ട് ഈ സീലിങ്ങിലേക്ക് ഹുക്ക് ഇട്ടിട്ട് അതല്ലെങ്കിൽ ജസ്റ്റ് ബെൻഡ് ഇട്ടതിന് ശേഷം വയറ് അതിലേക്കൂടി ഡയറക്റ്റ് ഒരു സിമെൻറ്റിന് ടച്ചായിട്ട് ഇറക്കുന്ന ആൾക്കാരുണ്ട് അധികം ആൾക്കാരും. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കട്ടെ. അതിപ്പോൾ അങ്ങനെ വരുന്ന സമയത്തേക്കും നമുക്ക് ഈ സ്വിച്ച് ഇടുന്ന സമയത്തേക്ക് ഡയറക്റ്റ് ഈ കോണ്ടാക്റ്റ് ഇതിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കോൺക്രീറ്റിൻ്റെ കാര്യം അറിയാമല്ലോ, ഇത്രയും ഇരുമ്പിനെ കൊണ്ടുള്ള സ്ട്രക്ചർ ആക്കിയിട്ട് അത് ഭൂമിയിലേക്ക് പില്ലറിൽ കൂടി താഴോട്ടേക്ക് ഇറക്കുന്ന രീതിയിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ആ പില്ലറിലേക്ക് കൂടി ഒരുപാട് എർത്തിങ് സംഭവിക്കാനും കറണ്ട് ബില്ല് കൂടാനൊക്കെയുള്ള സാധ്യതയുണ്ട്. നമ്മൾ അറിയാൻ പറ്റില്ല നമുക്കത് ചില സമയത്ത്. ELCB അല്ലെങ്കിൽ RCCB ട്രിപ്പായിട്ടില്ലെങ്കിൽ നമുക്ക് അറിയാൻ കൂടി പറ്റാത്ത രീതിയിൽ കറണ്ട് ബില്ല് നഷ്ടമാവുന്നതായിരിക്കും. ഇതിൽ ചില സ്ഥലങ്ങളിലൊക്കെ കംപ്ലീറ്റ് വയറും കൂടി പാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ വയറുള്ള പൈപ്പ് മുറിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ജംഗ്ഷൻ ബോക്സിൻ്റെ വീതിയേക്കാൾ കൂടുതൽ കടന്നു നിൽക്കുന്ന രീതിയിലാണ് പല പൈപ്പുകളുള്ളത്. ചില പൈപ്പുകളൊക്കെ ത്രൂ ഔട്ട് ഇട്ടിട്ട് മുകളിൽ നിന്ന് ഒരു മാർക്കിംഗ് അടിച്ച് ആണി വെക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ. അപ്പോൾ കട്ടിങ് ചെയ്തതിന് ശേഷമാണ് പൈപ്പ് കട്ട് ചെയ്യുന്നത്. അപ്പം ഈ പൈപ്പിൻ്റെ അകത്തുനിന്ന് വയറിന് എങ്ങാനും ഒരു ടച്ച് ആയിട്ടുണ്ടെങ്കിൽ തന്നെ അത് പിന്നീട് ഇതിലെ കോപ്പറിലേക്ക് ക്ലാവ് കെട്ടുക അല്ലെങ്കിൽ കോപ്പർ ഓക്സിഡേഷൻ സംഭവിക്കുക പോലുള്ള സംഭവങ്ങൾ വരികയും അത് മൂലം നിങ്ങൾക്ക് കറണ്ട് ബില്ല് കൂടാനൊക്കെ സാധ്യത കൂടുതലാണ്. എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഓൾറെഡി നമ്മൾ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയും ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ സൈറ്റുകളിലോ അല്ലെങ്കിൽ നമ്മുടെ സൈറ്റുകളിലോ എങ്ങനെ ചെയ്യുന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇതാരും കുറ്റം പറയാനല്ല എന്നുള്ളൊരു കാര്യം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്തേക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ആദ്യമേ ഒന്നിക്കൽ ഇലക്ട്രിക്കൽ കൺസൾട്ടൻറ്റിനെ കണ്ടിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബഡ്ജറ്റ് അനുസരിച്ചിട്ടുള്ളൊരു പ്ലാനിങ് ആദ്യമേ ഉണ്ടാകുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്.
അപ്പോൾ ഇത്രയും വീഡിയോയിൽ കാണിക്കാനുള്ള വീഡിയോ വൈൻഡപ്പ് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ആ വീഡിയോ കാണുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കട്ടോ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് പുതിയ വിഷയമായി നിങ്ങൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.